മുല്ലപ്പെരിയാർ ഡാം ബലപ്പെടുത്താനുള്ള മേൽനോട്ട സമിതി നിർദ്ദേശങ്ങൾ ഡാമിന് ബലക്ഷയം ഉണ്ടാക്കുമെന്ന് സുപ്രീം കോടതിയിൽ കേരളത്തിന്റെ സത്യവാങ്മൂലം. നിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് കേരളം ഉയർത്തിയ ആശങ്കകൾ തമിഴ്നാട് അവഗണിച്ചെന്നും നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. അനുമതി കിട്ടിയ പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല എന്ന് കാട്ടി തമിഴ്നാട് നൽകിയ ഹർജി നാളെ സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെയാണ് കേരളത്തിന്റെ സത്യവാങ്മൂലം. V1 മുതൽ V5 വരെ ഷട്ടറുകൾ ബലപ്പെടുത്തുന്നതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഡാം സുരക്ഷയെ ബാധിക്കുമെന്നാണ് കേരളത്തിന്റെ ആശങ്ക. ബേബി ഡാം ബലപ്പെടുത്താനുള്ള നീക്കവും ഡാമിനെ ദുർബലപ്പെടുത്തുമെന്ന് കേരളം പറയുന്നു. ഈ വർഷം മാർച്ച് 22-ന് ഡൽഹിയിൽ ചേർന്ന മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതി യോഗത്തിൽ തമിഴ്നാടിന് അനുമതി നൽകിയ 6 നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ചിലത് ഡാം സുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്നും ചിലത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വേണമെന്നുമാണ് കേരളത്തിന്റെ ആവശ്യം. കേന്ദ്ര ജല കമ്മീഷൻ ചെയർമാന്റെ നേതൃത്വത്തിൽ മാർച്ച് 22-ന് ഡൽഹിയിൽ ചേർന്ന മേൽനോട്ട സമിതി തീരുമാനങ്ങൾ കേരളം നടപ്പിലാക്കുന്നില്ല എന്നാരോപിച്ചാണ് തമിഴ്നാട് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇതിനെ തുടർന്നാണ് തമിഴ്നാട് കോടതിയിൽ ഉന്നയിച്ച 6 പരാതികൾക്ക് അക്കമിട്ട് സത്യവാങ്മൂലത്തിലൂടെ കേരളം മറുപടി നൽകിയത്. ബേബി ഡാം അടക്കം ബലപ്പെടുത്താനുള്ള നീക്കം ഡാമിനെ ദുർബലപ്പെടുത്തും. ഇത് സംബന്ധിച്ച ആശങ്കകൾക്ക് തമിഴ്നാട് നിഷേധാത്മക മറുപടിയാണ് നൽകിയത്. ഡാം പരിസരത്തുള്ള മരങ്ങൾ മുറിക്കാൻ അനുമതി നൽകുന്നതിന് കേരളം തയ്യാറാണ്, എന്നാൽ അന്തിമ അനുമതി കേന്ദ്രമാണ് നൽകേണ്ടത്. ആന ട്രഞ്ച് റിപ്പയർ ചെയ്യുന്നത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തമായ പ്ലാൻ വേണമെന്ന ആവശ്യത്തോട് തമിഴ്നാട് പ്രതികരിച്ചിട്ടില്ല. വളക്കടവ് ഗട്ട് റോഡ് ഗതാഗത യോഗ്യമാകുന്നത് സംബന്ധിച്ചും തമിഴ്നാട് വിശദീകരണം നൽകിയിട്ടില്ലെന്നും കേരളം വ്യക്തമാക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഇന്നലെ മേൽനോട്ട സമിതിക്കും കേരളം കത്ത് നൽകിയിരുന്നു. കേസ് നാളെ സുപ്രീം കോടതി പരിഗണിക്കും. മേൽനോട്ട സമിതി നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ ഉത്തരവിട്ടാൽ ഡാമിന്റെ ജലനിരപ്പ് 152 അടി വരെ ഉയർത്താൻ തമിഴ്നാടിനാകും. ന്യൂസ് മലയാളം, ഡൽഹി.